പശ്ചിമേഷ്യയിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സൂചനകൾ ഉയർന്നു കേൾക്കുമ്പോൾ ഇസ്രായേലിന്റെ അടുത്ത നീക്കം എന്താണെന്നുള്ള ചർച്ചയിലാണ് ലോകരാജ്യങ്ങൾ. യുദ്ധമുന്നണിയിൽ ഇറാനും സിറിയയും കടന്നു വന്നതോടെ ഹമാസും ഹിസ്ബുള്ളയും തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാറുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ലെബനനിൽ കരയുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രായേലിന് കാര്യമായ നഷ്ടങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ പോലും ഇരു രാഷ്ട്രങ്ങളുടെയും സൈനിക ശക്തിയും ബലവും ചർച്ചയ്ക്ക് വിഷയമാകുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഇറാന്റെയും ഇസ്രായേലിന്റെയും സൈനിക ശക്തികൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആൾബലത്തിൽ ഇറാനാണ് മുൻപന്തിയിൽ. ഗ്ലോബൽ ഫയർ പവറിന്റെ 2024 സൂചിക പ്രകാരം 90 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഇസ്രായേലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇറാന്റെ ജനസംഖ്യ 8 കോടിക്ക് മുകളിലാണ്. അതായത് ഇറാന്റെ ജനസംഖ്യ ഇസ്രായേലിനേക്കാൾ 8 ഇരട്ടിയിലധികം. ഇതിനർത്ഥം ഇറാൻ സൈന്യത്തിൽ കൂടുതൽ അംഗബലം ഉണ്ടെന്നാണ്. ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ നോക്കിയാലും ഇസ്രായേലിനേക്കാൾ 150 ഇരട്ടി വലിപ്പമുണ്ട് ഇറാന്. ഇറാനിയൻ സായുധ സേനയിൽ കുറഞ്ഞത് 5,80,000 സജീവ ഉദ്യോഗസ്ഥരും 2 ലക്ഷം പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരും പരമ്പരാഗത സൈന്യത്തിനും ഇസ്ലാമിക വിപ്ലവകാരികൾക്കിടയിലുമായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 4,65,000 പേർ അടിയന്തര ഘട്ടത്തിലെ കരുതൽ സേനയായും കണക്കാക്കുന്നു. ഇതിൽ തന്നെ 8,000 പേർ അതിന്റെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ഭാഗമാണ്. ഇസ്രായേൽ സൈന്യത്തിൽ 1,69,500 സജീവ ഉദ്യോഗസ്ഥരാണുള്ളത്. കരുതൽ സേനയിൽ 4,65,000 പേരും. ഇതിൽ ഭൂരിഭാഗവും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള യുവതിയുവാക്കൾ ആണെന്നുള്ളത് ഇസ്രായേലിന്റെ മറ്റൊരു പ്ലസ് പോയിന്റാണ്. പ്രതിരോധ ചെലവിന്റെ കാര്യത്തിലും ഇസ്രായേൽ ഇറാനെ മറികടക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ ബജറ്റ് $24 ബില്യൺ ആണെങ്കിൽ ഇറാന്റേത് $13.8 ബില്യൺ ആണെന്ന് ഗ്ലോബൽ ഫയർ പവർ സൂചികയുടെ റിപ്പോർട്ടുകൾ പറയുന്നു. ഫണ്ടിങ്ങിനായി ഇറാന്റെ സംസ്ഥാന ബജറ്റ് മാത്രമല്ല ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ഉപയോഗിക്കുന്നത്. വാഷിംഗ്ടൺ ആസ്ഥാനമാക്കിയുള്ള ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസി എന്ന സ്ഥാപനം നിയന്ത്രിക്കുന്നതും IRGC ആണ്. ടെഹ്റാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ വിപണി മൂല്യവും IRGCയുടെ നിയന്ത്രണത്തിലുള്ള ആയിരക്കണക്കിന് മറ്റു കമ്പനികളുടെ വരുമാനവും ഇറാൻ സായുധ സേനയ്ക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാന്റെ ഭൂഗർഭ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗവും IRGC ആണ് നിയന്ത്രിക്കുന്നത്. മനുഷ്യശക്തിയുടെ കാര്യത്തിൽ ഇറാൻ ഇസ്രായേലിനെ മറികടക്കുമെങ്കിലും ആയുധശേഖരത്തിന്റെ കാര്യത്തിൽ ഇസ്രായേൽ മുൻപന്തിയിലാണ്. വ്യോമശക്തിയിലും ഇസ്രായേലിന് ഇറാനേക്കാൾ കൂടുതൽ ശക്തിയുണ്ട്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് വെളിപ്പെടുത്തുന്നതനുസരിച്ച് ഇസ്രായേലിന് ആകെ 612 വിമാനങ്ങളാണുള്ളത്. അതേസമയം ഇറാന്റെ പക്കലുള്ളത് 551 എണ്ണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത F-15, F-16, F-35 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന്റെ വ്യോമസേനയിൽ ഉൾപ്പെടുന്നു എന്നതാണ്. അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, Arrow-2-3 എന്നിവ ഉൾപ്പെടുന്ന പ്രശസ്തമായ മൾട്ടി ടയർ ഏരിയൽ ഡിഫൻസ് സിസ്റ്റവും ഇസ്രായേലിന്റെ കൈവശമുണ്ട്. എന്നിരുന്നാലും ഇറാന്റെ മിസൈൽ ആയുധശേഖരം സമാനതകളില്ലാത്തതാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധശേഖരങ്ങളിലൊന്ന് ഇറാന്റെ പക്കലുണ്ടെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ ക്രൂയിസ് മിസൈലുകളും 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നു. ഇസ്രായേൽ ഉൾപ്പെടെ ഏതു ലക്ഷ്യവും തകർക്കുവാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവയ്ക്കുണ്ട്. വാസ്തവത്തിൽ സൈനിക പരേഡുകളിലും ഡ്രോണുകളും മിസൈലുകളും പ്രദർശിപ്പിക്കുകയും ഒരു വലിയ കയറ്റുമതി ബിസിനസ് കെട്ടിപ്പടുക്കുവാനുള്ള അഭിലാഷങ്ങളും ഇറാൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഡ്രോണുകളാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. കരശക്തിയുടെ കാര്യത്തിൽ ഇസ്രായേലിന്റെ കൈവശം 1370 ടാങ്കുകളാണുള്ളത്. ഇറാന്റെ കൈവശമാകട്ടെ 1996 ടാങ്കുകളും. എന്നാൽ കൂടുതൽ നൂതനവും അത്യാധുനികവുമായ മെർക്കാവ ടാങ്കുകൾ ഇസ്രായേലിന്റെ പണിപ്പുരയിലാണുള്ളത്. അവ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൈനിക മുതൽക്കൂട്ടായാണ് അംഗീകരിക്കുന്നത്. ആണവശക്തിയുടെ കാര്യത്തിൽ ഇസ്രായേലിനാണ് മുൻതൂക്കം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിന് ഏകദേശം 80 അണുവായുധങ്ങളുണ്ട്. അതിൽ തന്നെ 30 എണ്ണം വിമാനത്തിലെത്തിക്കുവാനുള്ള ഗ്രാവിറ്റി ബോംബുകളാണ്. ശേഷിക്കുന്ന 50 ആയുധങ്ങൾ ജെറിക്കോ 2 മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഡെലിവറിക്ക് വേണ്ടിയുള്ളതാണ്. ജെറുസലേമിന് കിഴക്കുള്ള ഒരു സൈനിക താവളത്തിലെ ഗുഹകളിൽ മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് അവ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ഇറാൻ ആണവ കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള യുറേനിയത്തിന്റെ ശേഖരം വർദ്ധിപ്പിച്ചതായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ വിഭാഗത്തിന്റെ രഹസ്യ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഓഗസ്റ്റ് 17 വരെ ഇറാനിൽ
164.7 കിലോഗ്രാം യുറേനിയമാണ് സൂക്ഷിച്ചിരുന്നത്. മെയ് മാസത്തിലെ ആണവ നിരീക്ഷണ വിഭാഗത്തിന്റെ അവസാന റിപ്പോർട്ടിൽ ഇത് 22.6 കിലോഗ്രാം കൂടി വർദ്ധിപ്പിച്ചതായി പറയുന്നുണ്ട്. സൈനികമായി ഇറാൻ ഏറ്റവും വലിയ ശക്തിയാണെങ്കിൽ പോലും ഇസ്രായേലിന്റെ നൂതന സാങ്കേതിക വിദ്യകളോടോ അഡ്വാൻസ്ഡ് AI വെപ്പൺസിനോടോ തുലനം ചെയ്യുമ്പോൾ ഇറാൻ പുറകിലാണ്. എന്നാൽ ഇറാന്റെ സൈനിക ശക്തി പ്രബലമായതിനാൽ തന്നെ അമേരിക്കയും ഇസ്രായേലും പതിറ്റാണ്ടുകളായി ഇറാനുമായുള്ള നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ ഒഴിവാക്കിയിരുന്നു. പശ്ചിമേഷ്യയിലുടനീളമുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന ഇസ്രായേലിനെതിരെയുള്ള സഖ്യകക്ഷികളിൽ ഇറാനും ഉൾപ്പെടുന്നതിനാൽ ഒരാക്രമണം ഉണ്ടായാൽ ഇറാന്റെ സഹായത്തിന് അവർ എത്തുമെന്നതിൽ സംശയമില്ല. ഇസ്രായേലിനോട് അമേരിക്ക അടുത്ത ബന്ധം സൂക്ഷിക്കുന്നതിനാലും പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നതിനാലും ഇറാനെതിരെ പൊരുതാൻ ഇസ്രായേലിനൊപ്പം അമേരിക്ക ഉണ്ടാകും. അമേരിക്കയുടെ പടക്കപ്പലുകൾ റെഡ് സീ, മെഡിറ്ററേനിയൻ സീ തുടങ്ങിയ ഇടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന നാവിക ശക്തിയും തീവ്രവാദത്തിനെതിരെയുള്ള ഇസ്രായേലിന്റെ ചെറുത്തുനിൽപ്പിന് കൂടുതൽ കരുത്തു പകരുമെന്നതിൽ സംശയമില്ല. ഇറാന്റെയും ഇസ്രായേലിന്റെയും മുന്നോട്ടുള്ള പാതകൾ ഏറെക്കുറെ അവ്യക്തമാണ്. പടിഞ്ഞാറൻ ഏഷ്യയിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ കുന്നുകൂടുമ്പോൾ ലോകം ശ്വാസമടക്കി പിടിച്ച് ഇരു രാജ്യങ്ങളെയും വീക്ഷിക്കുകയാണ്. ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് സൂചന നൽകിയതിനാൽ മൂന്നാമതൊരു ലോക മഹായുദ്ധം ആസന്നമാകുമോ എന്ന ഭീതിയിലാണ് മറ്റു രാജ്യങ്ങളും.